എയർ അറേബ്യ വിമാനത്തിൽ സൗദിയിൽ നിന്നും കേരളത്തിലേക്ക് യാത്ര ചെയ്യുന്നവർ ഷാർജയിൽ കുടുങ്ങുന്നതായി പരാതി. സൗദിയിൽ നിന്ന് വിമാനം പുറപ്പെടാൻ വൈകുന്നത് മൂലം ഷാർജയിൽ നിന്നുള്ള കണക്ഷൻ ഫ്ലൈറ്റ് നഷ്ടപ്പെടുന്നതാണ് യാത്രക്കാരെ വലക്കുന്നത്. കണക്ഷൻ വിമാനം നഷ്ടമാകുമെന്ന് ഉറപ്പുള്ള ഘട്ടത്തിൽ പോലും വിമാന കമ്പനികൾ അക്കാര്യം യാത്രക്കാരെ അറിയിക്കുന്നില്ലെന്നും പരാതിയുണ്ട്. സൗദിയിലെ വിവിധ വിമാനത്താവളങ്ങളിൽ നിന്ന് എയർ അറേബ്യ വിമാനത്തിൽ കോഴിക്കോട്ടേക്കും കൊച്ചിയിലേക്കും യാത്ര ചെയ്യുന്നവരാണ് ഷാർജ വിമാനത്താവളത്തിൽ കുടുങ്ങുന്നവരിലേറെയും. ജിദ്ദയിൽ നിന്ന് കോഴിക്കോട്ടേക്കും കൊച്ചിയിലേക്കും നേരിട്ട് വിമാന സർവീസ് ഉണ്ടെങ്കിലും മറ്റു വിമാനങ്ങളെക്കാൾ വളരെ നേരത്തെയാണ് എയർ അറേബ്യ നാട്ടിലെത്തുക. ജിദ്ദയിൽ നിന്ന് വൈകുന്നേരം 5 മണിക്ക് പുറപ്പെടുന്ന വിമാനം പുലർച്ചെ 2:55 കോഴിക്കോടെത്തും. അതിനാൽ നാട്ടിൽ ബന്ധുക്കളുടെ മരണം, രോഗം പോലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്ക് നേരത്തെ നാട്ടിലെത്താമെന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാർ എയർ അറേബ്യ തെരഞ്ഞെടുക്കുക. എന്നാൽ പലപ്പോഴും ജിദ്ദയിൽ നിന്ന് വിമാനം പുറപ്പെടാൻ വൈകുന്നത് മൂലം യാത്രക്കാർ ഷാർജയിലെത്തുമ്പോഴേക്കും കേരളത്തിലേക്കുള്ള കണക്ഷൻ വിമാനം പുറപ്പെട്ടിട്ടുണ്ടാകും. ഈ യാത്രക്കാർക്ക് പിന്നീട് അടുത്ത ദിവസം ഇതേ സമയം മാത്രമേ യാത്ര തുടരാൻ സാധിക്കുകയുള്ളൂ. അതുവരെ ഷാർജ വിമാനത്താവളത്തിൽ കഴിയേണ്ടി വരും. അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിമാനങ്ങളിൽ ടിക്കറ്റുകൾ ലഭ്യമായാൽ സ്വന്തം നിലക്കെടുത്ത് യാത്ര ചെയ്യാം. അതും അടുത്ത ദിവസം മാത്രമേ ലഭിക്കൂ. യാത്ര മുടങ്ങിയ ദിവസം വിമാനത്താവളത്തിനകത്ത് പരിമിതമായ സൗകര്യത്തോടെ താമസവും ഭക്ഷണവും വിമാന കമ്പനി നൽകും. കൂടാതെ മറ്റു വിമാനങ്ങളിൽ യാത്ര ചെയ്യാൻ ടിക്കറ്റ് എടുക്കുന്നവർക്ക് നഷ്ടമായ വിമാനയാത്രയുടെ തുക തിരികെ ലഭിക്കുകയും ചെയ്യും. എന്നാൽ ഓൺലൈൻ വഴി ടിക്കറ്റ് എടുക്കുന്നവർക്ക് മാത്രമാണ് അതേ അക്കൗണ്ടിലേക്ക് പണം തിരിച്ചു നൽകുകയുള്ളൂ. ട്രാവൽ ഏജൻസികൾ വഴി ടിക്കറ്റ് എടുത്താൽ അതേ ട്രാവൽ ഏജൻസി വഴി മറ്റൊരു യാത്രക്കുള്ള ടിക്കറ്റാണ് ലഭിക്കുക. ചില ട്രാവൽ ഏജൻസികൾ എയർ അറേബ്യയുമായി ബന്ധപ്പെട്ട് യാത്രക്കാർക്ക് പണം തിരിച്ചു നൽകാൻ ശ്രമിക്കുന്നതായും ചില യാത്രക്കാർ പറഞ്ഞു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ ഇത്തരത്തിൽ ഷാർജയിൽ കുടുങ്ങുന്നത് പതിവാണ്. അടിയന്തര സാഹചര്യങ്ങളിൽ കുറഞ്ഞ ഇടവേളകളുള്ള ഇത്തരം കണക്ഷൻ വിമാനങ്ങളിൽ യാത്ര ചെയ്യാതിരിക്കലാണ് ഉചിതമെന്ന് ദുരനുഭവം നേരിട്ട യാത്രക്കാർ പറയുന്നു. കണക്ഷൻ വിമാനം നഷ്ടമാകുമെന്ന് ഉറപ്പാകുന്ന ഘട്ടത്തിൽ പോലും അക്കാര്യം യാത്രക്കാരെ വിമാന കമ്പനികൾ അറിയിക്കുന്നില്ലെന്നും യാത്രക്കാർ പരാതിപ്പെടുന്നുണ്ട്. ചിലർ ഇതിനെതിരെ എയർ അറേബ്യക്കും ഗാക്കക്കും പരാതി നൽകിയതായും യാത്രക്കാർ പറഞ്ഞു. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ.